കളി വിശേഷം പറയോ? എന്തേ മൂഡ് പോയോ? ഒന്നുറക്ക പറഞ്ഞോക്കാം, അപ്പൊ ചിലപ്പോ മൂഡ് വരും. ആദ്യം ടീം ഇടുന്നത് എങ്ങനെയാണെന്ന് പറയാം. എല്ലാവരുടെ ഉള്ളിലുണ്ടാവും ഓരോരോ ടീം. ഈ കുടുംബത്തിലുള്ളവരെ മൊത്തം ബാധിക്കുന്ന ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ നിങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കുന്നത് ശരിയല്ല. ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യാതെ പന്ത് പൊന്തിപ്പോയി ഔട്ടായതുകൊണ്ട് കളി അത്ര നിസാരല്ല. അല്ല, ആ നിയമം ഉണ്ടാക്കിയ സിറ്റുവേഷൻ ആര് എപ്പോ എങ്ങനെ അതിപ്പോ നിയമങ്ങൾ ഉണ്ടാവട്ടെ, അതനുസരിച്ച് ലോകം നന്നാവുക ചെയ്യാം. കളിക്കും കളിയാണേലും കുറച്ചൊക്കെ എത്തിക്സ് വേണം അഭിലാഷ്. നിങ്ങൾക്കാണ് എത്തിക്സ് ഉള്ളത്. ഭൂരിപക്ഷ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇന്നെ ഔട്ടാക്കിച്ച് പ്രതികാരം തീർത്താണല്ലോ നിങ്ങൾ എത്തിക്സ്. പിന്നെ ഈ ഗ്രൗണ്ടിലെ ചർച്ചകളെ അത് കേട്ടില്ല എന്നടിക്കലാ പാട്. എടാ, ഓ ഫ്ലോർ സൂപ്പർവൈസർ, ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റാ. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ വർത്താനം ഒട്ടും ശരിയല്ല കേട്ടോ. നമ്മളുള്ളിൽ കുറെ അഴുക്കുണ്ടല്ലോ, പുറത്ത് വിടാതെ അകത്തന്നെ റീസൈക്കിൾ ചെയ്യുന്ന, അത് മൊത്തം പുറത്തായി. തല്ലോടങ്ങിയ ഓലക്കണ്ണി ഇളകിയിട്ടുണ്ടോ? പോറ് കിട്ടിയേ പറ്റും. ഈ ഭാഗത്ത് ഓലക്കണ്ണി ഇളകി എങ്ങനെ കാണാനാ? എന്റെ അച്ഛന്റെ കോങ്കണ്ണല്ലേ ധർമ്മ. ഉമ്മല്ലേ ഉമ്മായിട്ട് വെറുതെ ഒരു കച്ചറ ഉണ്ടാവണ്ടാ. ഞാൻ അങ്ങനെ തലപ്രാന്ത് പിടിച്ചിരിക്കുമ്പോ നിങ്ങൾ ഇന്നെ അങ്ങനെ സൽക്കരിക്കല്ലേ? ഇങ്ങോട്ടേക്ക് മക്കളോ വാപ്പയോ കെട്ടിയനോ ആരാണെങ്കിലും ഒരാൾ അർഹിക്കുന്നതിലേറെ കൊടുത്ത അയാളെ വിടക്കാക്കരുത്. ഞാൻ നല്ല ടൈറ്റിലാണ് സ്റ്റാൻഡ്. ഐ നീഡ് മണി സോ ബാഡ്. ബോളിംഗ് രൗണ്ട് തുപ്പലട. ആടാ, കം ഓൺ എല്ലാ തോലിക്കും ഒരേ നൊമ്പരം. ധർമ്മനോട് മുട്ടി നിൽക്കാൻ ഒരേ ഒരാൾക്കേ പറ്റൂ. സസ്പെൻസാ. സസ്പെൻസാ.